ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട്ടമ്മമാർക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ക്ലീനിങ് ടിപ്പാണ്. അപ്പോൾ നമ്മളൊക്കെ ദിവസം തറയൊക്കെ തുടച്ച് വൃത്തിയാക്കാറുണ്ടായിരിക്കും. അപ്പോൾ ഇനി തറ തുടക്കുമ്പോൾ ഇതുപോലൊരു മാജിക് വെള്ളം ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് തറ തുടച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഇവിടെ ഒരു ബക്കറ്റിൽ നമുക്ക് തുടക്കാൻ എത്രയാണോ വെള്ളം ആവശ്യം അത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വിനാഗിരി ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് ക്ലീനിങ് ടിപ്പൊക്കെ ചെയ്യാറുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലിക്വിഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏത് ലിക്വിഡാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ലിക്വിഡ് വെള്ളം ചേർത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് സ്മെല്ലിന് ആവശ്യമായിട്ട് നമുക്ക് ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ലാവൻഡറിൻ്റെ എസൻഷ്യൽ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് 1-2 ഡ്രോപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി എസൻഷ്യൽ ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു 1/4 ടീസ്പൂൺ കംഫർട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ എസൻഷ്യൽ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു മാജിക്കൽ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ മഫ് വെച്ചിട്ട് തന്നെയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണുള്ളത്. ഇനി നമുക്കിതിൽ തുണിയോ അതായത് മഫോ എന്തോ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ തുടക്കണമെന്ന് വെച്ചാൽ അത് ഇതിൽ മുക്കി പിഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇത് വെച്ച് തുടക്കണ സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നന്നായിട്ട് ചളിയും അഴുക്കും ഒക്കെ പോയി കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും. നമ്മൾ തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് പാറ്റയോ ഉറുമ്പോ അതൊന്നും വരില്ല. നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഇതുപോലൊരു മാജിക് വെള്ളം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് തറ തുടച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും തറ തുടക്കുമ്പോൾ സാധാരണ വെള്ളത്തിലോ അതല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ലൈസോളോ ഫിനോയിലോ അതൊക്കെ ചേർത്തിട്ടായിരിക്കും തുടക്കുക. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലൊരു വെള്ളം ഉണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ചേർത്തിട്ടുള്ള ഈ ഒരു വെള്ളം ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് തറ തുടച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം എന്തായാലും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.